ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. കാണാൻ നല്ല മൊഞ്ചുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതുണ്ടല്ലോ നോമ്പുതുറ വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഔട്ടർ ലെയർ നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ അടിപൊളി ചിക്കൻ്റെ ഫില്ലിങ് കൊടുത്ത് ചെയ്തിട്ടുള്ള നല്ലൊരു പീച്ച് ഷേപ്പായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. അത് ഏകദേശം ഒരു 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ടാവും. 3 കപ്പ് എന്ന് പറയുമ്പോൾ 350 ഗ്രാം ഉണ്ടാവും കേട്ടോ. 200 ml കപ്പിലാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഉപ്പാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കാനുള്ളത് ബട്ടറാണ്. ബട്ടർ ഏകദേശം 3 to 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കട്ടോ. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡ കയ്യിലുണ്ടെങ്കിൽ ഡാൽഡ ചേർത്തെടുത്താലും മതി. നമുക്ക് 4 ടീസ്പൂൺ ഡാൽഡ, നമ്മൾ ഏകദേശം ഇതൊരു പാസ്ട്രി ഡോൻ്റെ അതുപോലെ തന്നെയാണ്. കുറച്ച് നെയ്യ്, ഈ ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ കുറച്ചധികം വേണം. അതിലോട്ട് ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ. എല്ലാവരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ പൊടിയിലെല്ലാം നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കൂട്ടി നിൽക്കാണ്ട് എല്ലാ പൊടികളും ഏകദേശം ഒരു ബ്രെഡ് ക്രംസിൻ്റെ പോലൊക്കെ ആകുന്നവരെ നമുക്കിത് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് മുട്ടയുടെ മഞ്ഞയാണ്, എഗ് യോക്ക്. അതൊരു മുട്ടയുടെ ഒരു യോക്കായിട്ട് ചേർക്കുന്നുള്ളൂ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ്, ബട്ടറാണ് ഇതിൽ നിൽക്കേണ്ടത്. നമ്മൾ സാധാ ഒരു ഡോ അല്ല, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു പാസ്ട്രി ടൈപ്പ് ഡോ ആണ്. അതുകൊണ്ടാണ് ബട്ടർ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് തണുത്ത വെള്ളമാണ്. അപ്പോൾ വെള്ളം തണുത്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ തണുത്ത പാൽ, ഫ്രിഡ്ജിൽ പാലുണ്ടാവുമല്ലോ, പാലിൽ കുഴച്ചെടുക്കുക. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർക്കുക. വളരെ കുറച്ച് എമൗണ്ടിൽ വെള്ളം മതി. നമുക്ക് അത്ര ഒരു ഉറപ്പുള്ള ടൈപ്പ് ഡോ ആണ് നമുക്ക് വേണ്ടത്, അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ഒന്നായിട്ട് ഒഴിക്കാണ്ട് കുറേശ്ശെ ചേർത്തിട്ട് ഒഴിക്കുന്നതാവും നല്ലത് കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്ത പാലോ ആയിട്ട് ചേർത്തിട്ട് ഞങ്ങൾക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുഴക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ ഒന്നായിട്ട് ഒഴിക്കേണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ കുഴച്ച് നോക്കുക. നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഡോ ആണ് കിട്ടേണ്ടത്. എപ്പോഴാണ് ഓർത്തത് ഇതിലോട്ട് യോഗേട്ട് ചേർത്തിട്ടില്ല എന്നുള്ളത്. ഇത് നേരത്തെ ചേർക്കുക കേട്ടോ. നമ്മൾ ഇത് ചേർത്തില്ല, യോഗൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ യോഗേട്ട് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ യോഗേട്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ നമുക്കൊരു വെള്ളത്തിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഇത് ഓൾറെഡി വെറ്റായിട്ടുള്ള സംഭവമല്ലേ. ഞാൻ തന്നെ ഇത് ചേർത്തതിന് ശേഷം വെള്ളം ഒരു തുള്ളി ചേർത്തിട്ടില്ല. ഇത് വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുത്തത്. ഇതാ, അപ്പോൾ അത് ഇച്ചിരി ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഡോ ആയിട്ട് വേണ്ടത്. അപ്പോൾ അതോട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പാനിലോട്ട് അതിലോട്ട് 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ട്രാൻസ്പെറൻ്റായി മാറുന്ന സമയത്ത് ഇതിലോട്ട് ഇനി ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അത് ഈ ഒരു പച്ചമുളക് 2 എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലുള്ള ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോയതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് സ്പൈസസ് ആണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. അവൾ ഓൾറെഡി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ 2 പച്ചമുളക്, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ അളവിലാണ് 2 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പകരം വേറെ ഏത് ഫില്ലിങ്സും എടുക്കുക കേട്ടോ. മുട്ട, ബീഫോ എന്താ വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഇനി ചേർക്കാനുള്ളത്, ഞാൻ ചിക്കൻ സീസണിങ് ഉണ്ടായിരുന്നു, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് സോയ സോസാണ്. അതൊരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കുന്നത്
നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വേവിച്ചതിന് ശേഷമുള്ള വെള്ളം 1 ടേബിൾ സ്പൂൺ അളവിൽ. അതുപോലെ തന്നെ ക്രീമാണ് ഒന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ക്രീം യൂസ് ചെയ്യാം. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പറയുന്ന പോലെ മയോണൈസോ ചീസോ എന്ത് ക്രീമാച്ചാൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ബ്രോത്ത് ചേർക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വേവിച്ച് വെള്ളം ചേർക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതല്ലേ, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഡോക്ക എന്താ പറയുക പരത്തി റെഡിയാക്കി എടുക്കാം. ഇതുണ്ടല്ലോ ഒരു 10 ബോളാക്കിയിട്ടാണ് മാറ്റുന്നത്. ഈക്വൽ സൈസിൽ തന്നെ എടുക്കുക. കാരണം നമ്മൾ വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഏകദേശം രൂപം വെച്ചിട്ട് ഈക്വൽ സൈസിൽ തന്നെ എടുക്കുക. എന്നാൽ നമ്മൾ ഒരു വൃത്തിക്കല്ലാതെ ഒരേ വലുപ്പത്തിൽ കാണാൻ നിങ്ങൾ കണ്ടില്ല, ഒരു പീച്ച് ഷേപ്പിലാണ് നമ്മളിത് സ്നാക്ക് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് റോളാക്കി എടുത്തതിന് ശേഷം ഈ റോളർ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് ഓവറായിട്ട് പൊടിയൊന്നും ചേർക്കേണ്ട, കുറച്ച് ഫ്ലോർ നമുക്ക് പരത്താൻ വല്ലാണ്ട് ഒട്ടാതിരിക്കാൻ വേണ്ടി പാകത്തിന് മാത്രം കുറച്ച് പൊടി പലകകളാക്കിയിട്ട് ഒന്ന് സൈസാക്കിയിട്ട് പരത്തിയെടുക്കട്ടോ. ചെറിയൊരു പത്തിരിയുടെ സൈസിലാട്ടോ നമ്മളിത് പരത്തുന്നത്. ഉള്ളിലിത് റോൾ ചെയ്ത് വരുന്ന സമയത്ത് ഒരുപാട് ലെയേഴ്സ് വരുന്നത് കാരണം വല്ലാണ്ട് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണ്ട, തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഒരു നോർമൽ ചെറിയൊരു പത്തിരിയുടെ സൈസിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറായിട്ട് പൊടിയിൽ ഒന്നും പത്തിരി ഒന്ന് പരത്തുന്ന സമയത്തുള്ള ഓവറായിട്ട് പൊടി യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നടുവിൽ സെൻട്രലായിട്ട് ഇതുപോലെ ഒരു സൈഡിലോട്ട് ഒരു കട്ടിങ് കൊടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെക്കുക. ചിക്കൻ്റെ ഫില്ലിങ് തണുത്തെന്ന് ഉറപ്പ് വരുത്തട്ടോ. തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വെച്ച് റാപ്പ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ആ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്ത് കാരണം ഉള്ളിൽ ഒരുപാട് ലെയേഴ്സ് വരുന്നത് കാരണം വല്ലാണ്ട് തിക്കായിട്ട് പരത്താത്തത് നല്ലത്. തിന്നായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഡോ പരത്തിയെടുക്കുക. അതുപോലെ തന്നെ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസൊക്കെ ഏകദേശം ഒരേപോലെ ഒപ്പത്തിന് വരിക എന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പെടുത്തിട്ടോ. അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും വല്ലാണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീഡിയോ ഒക്കെ ആകുമ്പോൾ നമ്മൾ അത് വൃത്തിക്ക് ചെയ്യാന്നുള്ളതിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിലോട്ട് ഇതുപോലെ കയറ്റിയിട്ട് ഒട്ടിക്കട്ടോ. എല്ലാ ഭാഗവും ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇതിൻ്റെ ഈ സൈഡ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എന്താ കാണിച്ചതെന്ന്. അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി പണിയൊന്നുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അല്ലായിരുന്നു സമൂസേൻ്റെയും അതുപോലെ തന്നെ കോഴിയുടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡോക്ക് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫില്ലിങ് നേരത്തെ റെഡി ആയി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് ഏകദേശം 10 ബോളിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 10 ബോൾ വെച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് ആ ഒരു സൈസിലാണ് ഷേപ്പ് കിട്ടിയത്. വലിയ ഷേപ്പിലാക്കി എടുക്കാം, അല്ലെങ്കിൽ ചെറുതാക്കി എടുക്കാം. അല്ലാണ്ട് ചെറുതാക്കി എടുത്താൽ വലിയൊരു ബോറായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് സൈഡ് ഭാഗം ഒന്ന് ഇതിലോട്ട് കയറ്റി ഒട്ടിയതിന് ശേഷം അതിങ്ങനെ കയറ്റി ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിൽ പുടവി ഒന്നിങ്ങനെ സൈഡ് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അല്ലാതെ ആ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കുക. പിന്നെ ഇത് വല്ലാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡോ വല്ലാണ്ട് സോഫ്റ്റ് ആയത് കേട്ടോ. ഇച്ചിരി ഉറപ്പായിട്ടുള്ള ഒരു ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാതും ആ ഒരു സൈസിൽ തന്നെ ഒരേ സൈസിൽ തന്നെ ആകുമ്പോൾ കാണാനും വൃത്തിയാവും. ഒരേ സൈസിൽ തന്നെ നമ്മൾ പരത്തിയെടുത്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സൈഡ് ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു പോലെ ഒന്ന് ജസ്റ്റ് ആക്കിയെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് ഇത്തിരി കൂടെ ബാക്കിലോട്ട് മടക്കിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇതിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ്സ് മുട്ടയോ അല്ലെങ്കിൽ ബീഫോ എന്താ വേണ്ട വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മടക്കുമ്പോൾ ഇതുപോലെ സൈഡിലേക്ക് മടക്കണമെങ്കിൽ മടക്കട്ടോ. ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ക്ലിപ്പിൽ വെച്ച് വേറൊരു ഇത് ചെയ്ത സമയത്ത് സൈഡിലോട്ടാണ് മടക്കിയത്. അപ്പോൾ അത് വേറൊരു ഇച്ചിരി കൂടെ ഒന്ന് മടങ്ങിയൊരു ഷേപ്പിൽ വരും. സൈഡിലോട്ടൊന്ന് ഫോൾഡ് ചെയ്താൽ ഇതിൽ സെൻറ്ററിൽ വെച്ചിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടെ വീതിയിലല്ല കിട്ടിയത്. സൈഡിലോട്ട് മടക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ഷേപ്പൊന്നും കാര്യമാക്കേണ്ട. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് എഗ് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവറാകുന്ന രീതിയിൽ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കുക. 2 കോട്ടായിട്ട് ചെയ്യട്ടെ. ഒരു കോട്ട് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് എഗ് വാഷ് ചെയ്യട്ടെ, നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളും കരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലേക്ക് കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. കരിഞ്ചീരകത്തിൻ്റെ എള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കടിക്കുന്ന സമയത്ത് കിട്ടും ചെയ്യും. നിങ്ങളുടെ ഇഷ്ടം പോലെ.
അപ്പോൾ ഞാൻ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റഡ് ഓവനിൽ നേരത്തെ തന്നെ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് സമയം അത് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുറം ഭാഗം ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു ഹോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ പുറത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് ടൂത്ത് പിക്ക് കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റീമൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് എന്നാൽ അധികം ഷേപ്പിലൊന്നും അല്ല മാറ്റൊന്നും വരാണ്ട് നല്ല വൃത്തിക്ക് വരും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. 170 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് സമയം അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഓവനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടൈം 20-25 മിനിറ്റിൽ അതൊന്ന് ചെക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇത് ഓവൻ ഇല്ലാത്തവർക്ക് നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ സ്റ്റീം പുറത്ത് പോകാണ്ട് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇത് വെച്ചിട്ട് ഒരു കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 20-25-30 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിന്ന് വരും. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തെടുക്കുക. ഉറമ്പാകം നല്ല സോഫ്റ്റും ഉള്ളിൽ നല്ല ചിക്കൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.